സുലൈമാൻ ഉസ്താദ് പാഠം നിൽക്കട്ടെ. അപ്പൊ നമ്മളെ ആളാണ്, നമ്മളെ ഉസ്താദാണ്. ആരായി പറയുന്നത്? നൗഷാദ്. സുലൈമാൻ ഉസ്താദ് എന്നെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ കേൾപ്പിക്കും. അപ്പൊ അറിയാം ആരാളാണ് നീ എന്നുള്ളത് കേട്ടോ. അതിലേക്ക് ഞാൻ വരും. ഇപ്പൊ ഇവിടെ വലിയൊരു വെല്ലുവിളി നടത്തുകയാണ്. എന്നാലും നമുക്ക് ആ വെല്ലുവിളി ഒന്ന് കേട്ടോക്കാം. എന്നാൽ എന്റെ ശൈഖും എന്റെ ഗുരുവുമാണ് എന്ന് പറഞ്ഞ കാന്തപുരം ഉസ്താദ് പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. ഒറ്റ ചോദ്യം ചോദിച്ചവർക്ക് മറുപടി പറയാൻ കാണില്ല. യൂട്യൂബർമാരൊക്കെ എത്ര ഉണ്ട്? യൂട്യൂബർമാരാണ് ഇപ്പൊ വെല്ലുവിളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വന്നത്. അറിയോ? കാരണം ഇവന്മാർക്കെതിരെ യൂട്യൂബിൽ തന്നെ ഞാൻ ഒരു 50-ലധികം വീഡിയോ ചെയ്തിട്ടുണ്ടാവും. 50-ലധികം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഒരു യൂട്യൂബറായിട്ട് നിങ്ങൾക്ക് കണക്കൂട്ടാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഇപ്പം വെല്ലുവിളിച്ചപ്പോ യൂട്യൂബർമാരെ അപ്പൊ ഒരെണ്ണം ചോദിച്ചിട്ട് മറുപടി ഇല്ല എന്ന് പറഞ്ഞത്. ഒരെണ്ണം അല്ല, എത്രണ്ണം ചോദിച്ചിട്ട് ഞാൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ച ഒരെണ്ണത്തിന് എനിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നവരെ ഒറ്റൊന്നിന് ചോദിച്ചാതെ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ. എന്തായാലും എന്റെ വെല്ലുവിളി നമുക്കൊന്ന് കേട്ടോക്കാം. ഒറ്റ ചോദ്യം ഞങ്ങൾ ചോദിക്കാനുള്ളൂ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വിശ്വാസവും കർമ്മവും 100% AP-ക്കാരായ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം. ഉത്തരല്ലേ പറയേണ്ടുള്ളൂ. തയ്യാറാണ് എന്ന് പറഞ്ഞതോടുകൂടി നേൽവാദിനെ ചെവി പിടിച്ച് പുറത്തിടേണ്ടി വരും. കാരണം അതവിടെ ഉള്ളതോടുകൂടി നടക്കില്ല. ചെവി പിടിച്ച് പുറത്തിട്ടത് പാരേന് കുറെ കാലായിക്കണ്. ഇപ്പൊ പേരോട് ഉസ്താദിനെ പുറത്തിടാൻ വേണ്ടിട്ട് നടക്കൽ തുടങ്ങിയിട്ട് അത് നടന്നില്ല. ഇത് ചെവി പിടിച്ച് പുറത്ത് കാക്കിയത് ആരാ? ഇവനെ. ആ കലിപ്പാണ് ഇപ്പോഴും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അത് ഞങ്ങൾക്കൊക്കെ തിരിച്ചറിയാം. എന്തായാലും ഇപ്പം പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടോക്കാം. ഞാൻ ചോദിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കോ? തീർച്ചയായിട്ടും ഇതിന്റെ കാര്യം തന്നെ എടുക്കാം. ആയിക്കോട്ടെ. ഇനി ഒരു വ്യക്തിയെ കുറിച്ചുള്ള കാര്യമായിട്ട് അതെന്തായാലും അംഗീകരിക്കും. ഒരു വ്യക്തി പഴച്ചതാന്ന് മുമ്പ് പറയുന്നു, അംഗീകരിക്കോ? തീർച്ചയായിട്ടും പഴച്ചതല്ലാന്ന് പറയുന്നു, അംഗീകരിക്കും. അതും അംഗീകരിക്കുന്നു. എന്ത് സെറ്റപ്പാ നിങ്ങളെ സെറ്റപ്പ്? അത് വലിയ ആയിക്കോട്ടെ. AP ഉസ്താദ് വന്നോട്ടെ. AP ഉസ്താദ് എന്ന് പറയട്ടെ, നമുക്ക് അംഗീകരിക്കാനുള്ളത്. നൗഷാദ് അഷ്തനി എന്ന് പറയപ്പെടുന്ന ആൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഒരു ഏകപക്ഷീയമായ തീരുമാനമോ ചില വ്യക്തികൾക്ക് വേണ്ടിയുള്ള തീരുമാനമോ ആണ് കുരുവട്ടൂർ ഹാഫിദിനെ സംബന്ധിച്ച് എടുത്തതെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ഞങ്ങളെടുത്ത തീരുമാനം എല്ലാവരും ഏകകണ്ഠമായ തീരുമാനമാണ്. പറഞ്ഞ അന്റെ കുരുവട്ടൂർ ഹാഫിദ് ജോനെതിരെടുത്ത തീരുമാനം, സമസ്ത മുഷാവറെടുത്ത തീരുമാനം ആകെ ഏകകണ്ഠനെ എടുത്ത തീരുമാനമാണ് എന്നാണ് പറയുന്നത്. അന്ന് ജി പല നോണിയും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലെ. അത് ആരൊക്കെ സമ്മർദ്ദത്തിന് വൈകിട്ട് എടുത്തതാണ് അങ്ങനെ തീരുമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് AP ഉസ്താദ് മറുപടി പറഞ്ഞതാണ്. അപ്പൊ ഞങ്ങൾ അംഗീകരിക്കാണ് AP ഉസ്താദിനെ. AP ഉസ്താദ് പറഞ്ഞതാണ് ശരി എന്നുള്ളത്. കേട്ടോ ജി? ഇനി ഇത് മാത്രല്ല, ഇനിയിപ്പോ സുലൈമാൻ ഉസ്താദ് അന്റെ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞില്ലേ, ഇനി സുലൈമാൻ ഉസ്താദ് ബാക്കി പറയട്ടെ. നൗഷാദ് ഇപ്പൊ എന്ത് പറഞ്ഞെന്നപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വസിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പണ്ടൊരിക്കൽ അവൻ വന്നിട്ട് ആ പറഞ്ഞ ആളെ ദർശനെന്ന് പറഞ്ഞ് എന്നെ ക്ഷണിച്ചു. അപ്പൊ ഞാൻ എൻ്റെ പരിപാടിക്കൊന്നുമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അന്ന് എന്നെ അശ്വനെ എങ്ങനെ ആയാലും സമസ്തരുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് അവന് ഭീഷണിപ്പെടുത്തി. ഉള്ളാൾ ഞങ്ങളും ഇവരൊക്കെ അയാളൊപ്പാണ്, വരാഞ്ഞാൽ രണ്ടാവുമല്ലോ അറിഞ്ഞു. പിന്നെ ഉള്ളാൾ ഞങ്ങളും ആ പരിപാടിക്ക് പോയിട്ടില്ല, AP ഉസ്താദും ആ പരിപാടിക്ക് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ വർത്തമാനത്തിൽ എനിക്കൊരു വിശ്വാസമില്ല. ഞാൻ പറഞ്ഞാലും സമ്മതിക്കുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനൊരു നല്ലൊരു ഹസനിമാരെ കൂട്ടത്തിൽ അവനെ കാണുന്നില്ല. നൗഷാദ് അന്നെ കുറിച്ചാണ് ഈ അന്റെ ആളാണ് എന്ന് പറഞ്ഞ് സുലൈമാൻ ഉസ്താദി പറഞ്ഞത്. അന്നെ കുറിച്ച് സുലൈമാൻ ഉസ്താദിന്റെ വാക്കുകളിലൂടെ എനിക്ക് കേട്ടത്. ഇതും ഞങ്ങൾ 100% അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാ ചെങ്ങായി അന്നൊക്കെ ഞങ്ങൾ വെറുത്തുപോയത്. കേട്ടില്ല? AP ഉസ്താദിന്റെ നാവിൽ നിന്നും കേട്ടു, സുലൈമാൻ ഉസ്താദിന്റെ നാവിൽ നിന്നും കേട്ടു. കേട്ടില്ലേ? ഇനി ഈ പറഞ്ഞ പേരോട് ഉസ്താദ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ പൊന്മള ഉസ്താദ്, ഇവരെ കുറിച്ചൊക്കെ ഇത് മോശമായിട്ടുള്ള ആരോപണമാണ് ഇത് നടത്തിയത്. അതിനെതിരെ പറയുന്നുണ്ട്. ഞങ്ങളുടെ ഇതിൽ ഭിന്നിപ്പില്ല. ഞാനിപ്പോൾ പ്രസിഡന്റായ സമസ്തന്റെ അംഗങ്ങളെ പറ്റി എനിക്ക് പിന്നെ അഭിപ്രായമൊന്നുമില്ല. പെമ്മളിനെ പറ്റിയില്ല, പേരോടിനെ പറ്റിയില്ല, പിന്നെ AP ഉസ്താദിനെ പറ്റി ഒരിക്കലും ഇല്ല. പിന്നെ കുറെ സാധാരണ അവരെ പറ്റിയില്ല, പിന്നെ അഭിപ്രായമില്ല. കെട്ടിലപ്പിക്ക് സുലൈമാൻ ഉസ്താദ് എന്താ പറഞ്ഞെന്നുള്ളത് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഉസ്താദുമാരെ ഞങ്ങൾ 100% അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കോമാട്ട് ചാനൽ അബ്ദുള്ള കള്ളനാണ് എന്ന് ഞങ്ങൾക്ക് ഇവിടെ പറയേണ്ടി വന്നത്. ഈ ഉസ്താദുമാര് ഞങ്ങൾക്ക് അതിനുള്ള തെളിവുകൾ കാണിച്ചു തരാം. അവനോട് അടുക്കരുത് എന്ന് ഇവിടെ പറഞ്ഞത് AP ഉസ്താദാണ് അല്ലെ. സുലൈമാൻ ഉസ്താദ് AP ഉസ്താദ് പറഞ്ഞതിന് ശരി വെക്കാണ് കേട്ടോ ജി. പിന്നെ ഈ പറഞ്ഞത് കളവാണെന്നും ഉസ്താദുമാര് പറയാണ്.
അതുപോലെ തന്നെ ഈ സുലൈമാൻ ഉസ്താദിനെ പ്രയാസപ്പെടുത്തിയതും സുലൈമാൻ ഉസ്താദ് കൂടെ പറയാം. ലാസ്റ്റ് എന്നെ കുറിച്ച് സുലൈമാൻ ഉസ്താദ് പറഞ്ഞ എന്താണ്, നൗഷാദിനെ ഞാനൊരു നല്ല അശ്വനിമാരുടെ കൂട്ടത്തിൽ കാണുന്നില്ല. ഇതൊക്കെ ഈ ഉസ്താദുമാർ പറയുന്നതിൽ നിന്നാണ് ഞങ്ങൾ ഉൾക്കൊള്ളുന്നത്. അതൊക്കെ ഒന്ന് സത്യമായിട്ട് പുലരും ചെയ്യണം ആ കാര്യങ്ങളൊക്കെ. ഇത് കുറെ കാലമായി അവർ പറഞ്ഞിട്ട് ഇതൊക്കെ നിന്ന് നമ്മൾ നേർക്കാഴ്ചകളായിട്ട് കാണുകയാണ്. എൻ്റെ ഒക്കെ ഒരു അധോഗതി നോക്കി എന്നൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കാം. കുറെ കാലമായില്ലേ സ്റ്റേജിൽ കെട്ടിയിട്ട് AP വിഭാഗത്തിന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തി തുടങ്ങിയിട്ട്. AP വിഭാഗത്തിന് ശക്തിയും ഒക്കെ കൂടി വരികയാണ് എന്നല്ലാണ്ട് അവർക്ക് പഴയ കാലത്ത് എന്ത് പ്രശ്നപ്പെടുള്ളത്. ആദ്യകാലത്ത് പ്രവർത്തകർ കാട്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരൊക്കെ ആളുകൾ കയ്യും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയെ കാണുന്നത് അല്ലെ എല്ലായിടത്തും. എന്നിട്ട് ഈ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടന്നിട്ട് കാര്യമില്ല. ഈ എന്തൊക്കെ കുത്തിത്തിരിപ്പിന് പക്ഷെ അത് ഉണ്ടാക്കാൻ നോക്കി, പക്ഷെ ഒന്നും ഫലിക്കുന്നില്ല. കാരണം എന്താ അറിയോ, ഇതൊക്കെ കുരുത്തക്കെട് തെറ്റിയതാണ്. ഇതൊന്നും നേരാവൊന്നും തോന്നുന്നില്ല. അനക്ക് വല്ല മാറ്റം ഉണ്ടെങ്കിൽ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് വേണമെങ്കിൽ പോയിട്ടൊന്ന് കുരുത്തപ്പിടിപ്പിച്ചോളാം. അത്രേ ഇപ്പൊ പറയണുള്ളൂ, വേറൊന്നും പറയുന്നില്ല.